അപ്പോ ഒരു ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറഞ്ഞു, ഇപ്പൊ ഒരു നടനായിട്ട് വരുന്നു, ഇതിനൊക്കെ ഉപരി ഒരു ഫോട്ടോഗ്രാഫറും കൂടിയാണ്. അപ്പൊ ഈ മൾട്ടിപ്പിൾ ആയിട്ട് എങ്ങനെ ഒരു പ്രൊഫഷണൽസ് ഹാൻഡിൽ ചെയ്യുന്നത്? കുട്ടി, നമ്മളിതെല്ലാം ഒരു മനുഷ്യൻ ജന്മം കൊണ്ടു കഴിയുമ്പോൾ അവൻ്റെ എല്ലാം അവനിൽ തന്നെ ഉണ്ട്. ഇതിലാണ് അവൻ്റെ പ്രാഗൽഭ്യം എന്ന് കണ്ടെത്തി അവൻ അതിലൂടെ പോകുമ്പോഴാണ് അവൻ അതായിട്ട്. ഇപ്പൊ നമ്മളുടെ PT ഉഷ പയ്യോളി കടപ്പുറത്തോട് ഓടി ഓടി ഒഴുക്കിയ വിയർപ്പിലൂടെയാണ് ലോസ് ആഞ്ചലസിൽ പോയി തലനാരിടം. എല്ലാം നമ്മളിലുണ്ട്. അപ്പം നമ്മൾ അതായിത്തീരണം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രൊഫഷണൽ ഇപ്പൊ മൂന്ന് എന്താ പറയാ ടൈപ്പ്, അല്ലെങ്കിൽ 3 ഇതില് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വർക്ക് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും അതില് ഇൻവോൾവ് ആണ്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? നമ്മളെ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ചോദിച്ചാലേ, നമ്മളൊരു ദൈവത്തിന്റെ മുമ്പിൽ നമ്മളൊരു ടൂള് മാത്രമാണ്. ഇത് നമ്മള് ഈ കൂടിക്കാഴ്ച പോലും ദൈവം ഒരുക്കിയ ഒരു കൂടിക്കാഴ്ചയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എന്തായിത്തീരുന്നോ അതായിത്തീരുക. എന്റെ പക്ഷം അതാണ്. അത് നമ്മളെ ഒരു ടൂൾ ആക്കിക്കൊണ്ട് ദൈവം അത് വേണ്ടതെല്ലാം ചെയ്തോളും. അതായത് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയാണ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഭൂമിയിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ആയിത്തീരണമെന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എന്തുവാവാം, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടേതുപോലെ. ഫസ്റ്റ് മൂവിയാണോ ഇത്? അല്ല മോളെ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എഴുതാപ്പുറങ്ങൾ എന്ന് പറഞ്ഞൊരു ചിത്രത്തിനകത്ത് പാർവതി, സുഹാസിനി, അംബിക, മുരളി, നെടുമുടി വേണം, അവരോടൊക്കെ ഞാൻ ഒരു ചെറിയ വേഷം ചെയ്തു. പിന്നെ അതില് അവിടെ അതായത് ശാന്തിഗ്രാമത്തിലെ അമ്മ സുഹാസിനി ഒരു കഥ എഴുതി. അപ്പൊ അവർക്ക് അവാർഡ് കിട്ടി. അവാർഡ് എടുത്തുകൊണ്ട് കൊടുക്കുന്നതിന് വേണ്ടി എല്ലാവർക്കും അവാർഡ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് ഞാനായിരുന്നു. ചെറിയൊരു വേഷം ചെയ്ത്. പിന്നെ പാർവതി ജയറാമിന്റെ വിവാഹം പകർത്തിയത് ഞാനാണ്. ഗുരുവായൂരിൽ പോയി. അത് കഴിഞ്ഞ് എറണാകുളം ടൗൺ ഹാളിൽ വെച്ചായിരുന്നു. അതിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ഒരു നിയോഗമാണ് മോളെ. നമ്മൾ എവിടെയൊക്കെ എത്തപ്പെടണം, എന്തൊക്കെ ആയിത്തീരണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു നിയോഗത്തിന്റെ ഫലമായിട്ടാണ് ഈ സിനിമയിലും. ഞാൻ ആ മിന്നായോ എന്ന് പറയുന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അത് ഈ കുട്ടികളുടെ മുങ്ങിമരണങ്ങളില്ലേ, ആ മുങ്ങിമരണങ്ങൾ എങ്ങനെ അത് സംഭവിക്കുന്നു കുട്ടികളെ ബോധ്യപ്പെടുന്നതിന് വേണ്ടി ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. നന്നായിട്ട്. അപ്പൊ നമ്മുടെ സിനിമ 6th February റിലീസിന് റെഡി ആയിട്ടിരിക്കുകയാണ്. എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് എല്ലാ നായകന്മാരും ഒക്കെ പറയുന്നത് പോലെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. കാണണമെന്ന് വെച്ചാൽ അത് കുടുംബസമേതം പോയി കാണണം. ഇതൊരു കുടുംബ സിനിമയാണ്. തീർച്ചയായിട്ടും അങ്ങനെ പോയി കാണണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളത്. ഇതെല്ലാവരും പറയുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്ന അത്തരത്തിലല്ല. ഞാൻ ഈ അവസ്ഥയിലായി പോയ ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുമ്പോൾ അതിനെ കുറച്ചുകൂടി ഇതുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെന്ത് പറ്റിയ എങ്ങനെ? അതായത് ഇതിനകത്തെ കഥാപാത്രം ഞാൻ ഇതിലൂടെ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ശരിക്കും അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പൊ ഈ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് 23 വർഷമായി ഞാൻ ഈ അപകടത്തിൽപ്പെട്ടത്. എൻ്റെ സ്പൈനൽ കോഡ് ഇഞ്ചേർഡ് ആയതാണ്. ഞാൻ ഇപ്പോഴും ജീവിക്കുന്നു. അത് മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ എൻ്റെ ഈ ജീവിതത്തിലൂടെ കുട്ടികൾക്കൊരു ഇത് വരട്ടെ എന്ന് പറയുന്നത്. ഇപ്പൊ 23 വർഷമായിട്ട് ചിലവരൊക്കെ തളർന്നു പോവാം എന്നുള്ളതില് വരുന്ന, മെന്റലി ഒബ്വിയസ്ലി ഡിപ്രസ്ഡ് ആവുന്നുള്ളതിൽ സാർ ഇത്രയോ പോസിറ്റീവായിട്ട് നിൽക്കുന്ന വലിയ കാര്യമാണ്. അതിന് ഞാൻ നന്ദി പറയുന്ന ദൈവത്തോടാണ്. കാരണം എന്നെ അങ്ങനെ നിർത്തുന്നുണ്ടല്ലോ. ഞാനിപ്പം വിചാരിക്കുന്നത് ഇപ്പൊ ഇന്ന് ഇവിടെ എത്തണമെന്ന് സാറ് പറഞ്ഞപ്പോ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞില്ലേ, അതൊരു അനുഗ്രഹമല്ലേ? അതെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വിജയകരമായിട്ട് ആശംസിക്കുന്നു. സാറും കൂടുതൽ അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം, ഒത്തിരി സന്തോഷം.